2024 ജൂണിൽ ഇ-കൊമേഴ്സിൽ BCOS 184 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഏഴാമത്തെ ചോദ്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, ഏഴാമത്തെ അല്ല, അഞ്ചാമത്തെ ചോദ്യം. ഡിസ്കസ് ദ 7 C's ഓഫ് റീറ്റെയിൽ മിക്സ്. റീറ്റെയിൽ മിക്സിലെ 7 Cകൾ ഏതൊക്കെയാണ്? ചില്ലറ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആ 7 C's ഏതൊക്കെയാണ്? ദ 7 C's ഓഫ് റീറ്റെയിൽ മിക്സ് ഏതൊക്കെയാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 274 എന്ന പേജ് നമ്പറിൽ അത് പറഞ്ഞിരിക്കുന്നു. റീറ്റെയിൽ മിക്സ് ഓഫ് സെയിൽ, റീറ്റെയിൽ മിക്സ് ഓഫ് സെയിൽ ദ 7 C's എന്നാണ് നൽകിയിരിക്കുന്നത്. ഈ റീറ്റെയിൽ മിക്സ് എന്നും പറയുന്നു. അതിൻ്റെ ഡെഫിനേഷൻ അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ടെക്നിക് ആൻഡ് ടൂൾ ദാറ്റ് ഈ റീറ്റെയിലേഴ്സ് യൂസ് ടു പ്രൊവൈഡ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. ഈ റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പല ടെക്നിക്കുകളിലൊന്നാണ്. ഈ റീറ്റെയിൽ മിക്സ് എന്ന് പറയുന്നത് 7 Cകളുടെ കോമ്പിനേഷനാണെന്നും ആദ്യത്തെ 4 Cകൾ 4Pകൾ എന്ന് നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ് ജെറോം മക്കാർത്തി 1960 പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് മിക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ആ 4 പ്രോഡക്റ്റ്, ഉൽപ്പന്നം നന്നാവണം, പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ നന്നാവണം, പ്രോഡക്റ്റ് നന്നാവണം, പ്രൈസ് കസ്റ്റമേഴ്സിന് ഇണങ്ങുന്നതായിരിക്കണം, പ്രൊമോഷൻ സ്ട്രാറ്റജികൾ, അതിൻ്റെ വിൽപ്പന പ്രോത്സാഹന നടപടികൾ ശരിയായ രീതിയിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റിംഗ് വിജയിക്കുള്ളൂ എന്ന് പറയുന്ന ജെറോം മക്കാർത്തി 1960കളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ 7 C'സിലെ ആദ്യത്തെ 4 അതുകൊണ്ട് അത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി ബാക്കിയുള്ള 3 പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. അതായത് കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ്സ്, കോസ്റ്റ് ടു ദ കസ്റ്റമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ പുതിയതായി കൂട്ടിച്ചേർത്തതുള്ളൂ. അല്ലാതെ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നുള്ളത് പഴയ കാര്യം തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ. ഇനി അതിൽ നമുക്ക് പുതിയ ഒരു പാരഡിം ഷിഫ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ പഴയ ഒരു തിയറി ചെറുതായിട്ട് ഒന്ന് വിപുലീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ്, കമ്പ്യൂട്ടിംഗ് ആൻഡ് കാറ്റഗറി മാനേജ്മെന്റ് ഇഷ്യൂ ആൻഡ് കസ്റ്റമർ ഫ്രാഞ്ചൈസ് ആൻഡ് കസ്റ്റമർ കെയർ എന്ന ഈ 3 കാര്യങ്ങൾക്ക് പുതിയ ലോകത്ത് പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ട് ദീർഘകാലത്തേക്കുള്ള ഒരു ബന്ധം സ്ഥാപിക്കണം എന്ന കാര്യത്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. സോ ആൻഡ് ഇറ്റ് ഫോളോസ് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് നിരന്തരമായ ഇന്ററാക്ഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. ദെർഫോർ അതുകൊണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ആക്ച്വലി മെർജ്ഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നൊരു പോയിന്റും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അത് പ്രൊമോഷൻ്റെ ഭാഗമാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന് പറയുന്ന 4ാമത്തെ കാര്യമാണ് പ്രൊമോഷൻ. യെസ്, ദ 7 C's ഓഫ് ദ ഫ്രെയിംവർക്ക് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ റീറ്റെയിലേഴ്സ് ടു ക്രിയേറ്റ് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ്. ചില്ലറ വിൽപ്പനക്കാർക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ മേലിൽ ഏതൊക്കെ ഫലപ്രദമായ സ്ട്രാറ്റജീസുകൾ, നയതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയും അവരുടെ മാർക്കറ്റിംഗ് സെൻറ്ററിൽ എന്ന കാര്യമാണ് പറയുന്നത്. ഇതിൽ 1ാമത്തെ കാര്യം പറയുന്നത് കസ്റ്റമർ കൺവീനിയൻസ് അഥവാ പ്ലേസ് തന്നെയാണ്. 2ാമത്തേത് പ്രോഡക്റ്റ് അഥവാ കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ആണ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസിലെ 2ാമത്തെ കാര്യം. ഇനി 3ാമത്തേത് പ്രൈസ് പ്രധാനമാണ്. കോസ്റ്റ്, കസ്റ്റമർക്ക് എന്ത് കോസ്റ്റിന് ഉൽപ്പന്നം കൊടുക്കും എന്നുള്ളത് പ്രധാനമാണ്. 4ാമത്തെ കാര്യം പ്രൊമോഷനാണ്. അത് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദെൻ 5ാമത്തെ കാര്യം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. അതായത് കമ്പ്യൂട്ടിങ്ങും കാറ്റഗറി മാനേജ്മെന്റ് ഇഷ്യൂസുമാണ്. 6ാമത്തെ കാര്യം കസ്റ്റമർ ഫ്രാഞ്ചൈസ് ആണ്. അതായത് കസ്റ്റമറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ ഫ്രാഞ്ചൈസ്. 7ാമത്തെ കാര്യം കസ്റ്റമർ കെയർ ആൻഡ് സർവീസ് ആണ്. കൺവീനിയൻസ് ആണ് 1ാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കൺവീനിയൻസ് എന്താണ്? ഹൗ ഈസി ഇറ്റ് ഈസ് ഫോർ കസ്റ്റമേഴ്സ് ടു ഡിസ്കവർ. നമ്മുടെ ഉൽപ്പന്നം കണ്ടെത്താൻ കസ്റ്റമേഴ്സിന് എത്ര എളുപ്പമാണ്? കൺവീനിയൻ്റ് ആണോ? ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുമോ? അത് പർച്ചേസ് ചെയ്യാൻ എന്ത് എളുപ്പമാണ്? ചിലപ്പോൾ
ഈ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുമായിരിക്കും. പക്ഷേ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻ നൂലാമാലയാണെങ്കിൽ അത് അത്ര കൺവീനിയൻ്റ് അല്ല, പർച്ചേസ് ചെയ്യൽ കൺവീനിയൻ്റ് അല്ല. അതുപോലെ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആണോ, അതും ഒരു പ്രധാന. അപ്പോൾ കൺവീനിയൻസ് 3 തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആദ്യം C1 എന്ന് പറയുന്നത് കൺവീനിയൻസ് എന്ന പോയിന്റ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നമ്മുടെ കട, നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് അവരുടെ വീടിന് തൊട്ടടുത്താണ്, ഫിസിക്കൽ ലൊക്കേഷനാണ്. അതുപോലെ തന്നെ വേറെയും വെർച്വൽ ലൊക്കേഷനും പ്രധാനമാണ്. നമ്മുടെ ഷോപ്പ് മാർക്കറ്റിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. അതാണ് വെർച്വൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി ചാനൽ ഓപ്ഷൻസ് ഉണ്ടോ, അതായത് വെബിലൂടെ നമ്മുടെ ബ്രൗസ് ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ സ്റ്റോറിൽ റീഫണ്ട് ഓപ്ഷൻസും റിട്ടേൺ ഓപ്ഷൻസും വെബിലൂടെ തന്നെ അവൈലബിൾ ആകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം മാത്രമല്ല, വിൽപ്പന മാത്രമല്ല, പല കാര്യങ്ങളും വെബിലൂടെ തന്നെ അവൈലബിൾ ആകുമോ. സോ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ, കണക്ടിവിറ്റി, നാവിഗേഷൻ, ഷെൽഫ് സ്പേസ് അലോക്കേഷൻ ആൻഡ് ഈസ് ഓഫ് പർച്ചേസ് ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെ ലേ ഔട്ട്. എന്താണ് ലേ ഔട്ട് എന്ന് പറയുന്നത്? ഫ്രീ ഫ്ലോ ആണ് ഓർ ഫ്രീ ഗ്രിഡ് ആണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കൺവീനിയൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് C2 എന്ന് പറയുന്നത് കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ആണ്. എന്താണ് കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് എന്നത്? വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ദാറ്റ് കസ്റ്റമേഴ്സ് റിസീവ് ഫ്രം ദ പ്രോഡക്റ്റ്. നമ്മുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന വാല്യൂവും ബെനിഫിറ്റുമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ആണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന് എത്രമാത്രം വാല്യൂ കിട്ടും, ദ വാല്യൂ ആൻഡ് ദ ബെനിഫിറ്റ് ദാറ്റ് ദ കസ്റ്റമേഴ്സ് ഗെറ്റ്, അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കസ്റ്റമേഴ്സ് അവരാഗ്രഹിച്ച പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ തൃപ്തി കിട്ടുന്നുണ്ടോ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, വെദർ അവർ കസ്റ്റമേഴ്സ് ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ പ്രോഡക്റ്റ് ദാറ്റ് ദേ വാണ്ടഡ്. അതുപോലെ തന്നെ തൃപ്തികരമായ സെർച്ച് ലഭ്യമായി അവർ ഉദ്ദേശിച്ചത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ് ഫീലിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിന് ആ പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് പ്രധാനമാണ്. ഡിസ്ക്രൈബിംഗ് ദ എ കമ്പലിംഗ് ഓഫർ ടു പ്രോഡക്ട്സ് ക്ലിയർലി ഇൻ കസ്റ്റമർ വാല്യൂ ആൻഡ് ബെനിഫിറ്റ് ടേംസ്. ഇനി അതുപോലെ തന്നെ കോസ്റ്റ് ടു ദ കസ്റ്റമർ. കസ്റ്റമർക്ക് കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം C3. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ കസ്റ്റമർ ഇൻക്ലൂഡിങ് ടൈം, എനർജി ആൻഡ് അതർ കോസ്റ്റ്. കസ്റ്റമറുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, കസ്റ്റമറുടെ സമയവും, ഒരു സമയത്തിന് മൂല്യമുണ്ട്, കസ്റ്റമറുടെ എനർജിക്ക് മൂല്യമുണ്ട്, ആൻഡ് അതർ കോസ്റ്റ്. ഇതെല്ലാം കൂടി ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ പ്രോഡക്റ്റിലേക്കും നമ്മുടെ പ്രോഡക്റ്റിലേക്കും നമ്മുടെ കമ്പനിയിലേക്കും സെർച്ച് ചെയ്ത് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വലിയ ചിലവ് വരുന്നുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോസ്റ്റ് ടു ദ കസ്റ്റമർ, അതും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ കോസ്റ്റ് ആണ്. കസ്റ്റമറിന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളായിട്ട് കൊടുക്കേണ്ട കോസ്റ്റ്, അല്ലെങ്കിൽ കാരേജ്, വണ്ടിക്കൂലിയായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഡെലിവറി കോസ്റ്റ് ഒക്കെ വേണമല്ലോ പ്രോഡക്റ്റ് എത്തിക്കുന്നതിന്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ടാക്സസ്, അതും കോസ്റ്റാണ്. ഗവൺമെൻറ് അടയ്ക്കേണ്ട, ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഗവൺമെൻറ് അടയ്ക്കേണ്ട ടാക്സസും അതും കോസ്റ്റിൻ്റെ ഭാഗമാണ്. സോ കോസ്റ്റ് ഓഫ്, ചിലപ്പോൾ ഇനി നെറ്റിലൂടെ സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്ത് വരുത്തുകയാണെങ്കിൽ അപ്പോഴും കോസ്റ്റ് ഉണ്ട്. ഇൻ്റർനെറ്റിന് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെലിഫോൺ ആക്സസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനും ഒരു പണച്ചെലവ് കസ്റ്റമർക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ കോസ്റ്റ് എന്നതിനകത്ത് ഈ വെർച്വൽ കോസ്റ്റുകളും ആക്ച്വൽ കോസ്റ്റുകളും എല്ലാം വരുന്നുണ്ട്. അതാണ് ഓർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അയാൾ മുടക്കേണ്ടി വരുന്ന, സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ടൈം, ഒരു സാധനം സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം നെറ്റിൽ സെർച്ച് ചെയ്ത് ചിലവാക്കേണ്ടി വരുമെങ്കിൽ അയാളുടെ ടൈം അവിടെ വലിയ ലോസാണ് ആണ് പറഞ്ഞു വരുന്നത്. സോ അടുത്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുകൂടിയുണ്ട്. കസ്റ്റമറിൻ്റെ പെർസെപ്ഷനും പ്രൈസും ചീപ്പറായിരിക്കണം. ഓൺലൈനിലെ സ്റ്റോറിൽ പോയി മേടിക്കുന്നതിനേക്കാളും ചീപ്പറായിട്ട് ഓൺലൈനായിട്ട് ലഭ്യമാകണം എന്നതാണ് കസ്റ്റമറുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട. നാലാമത് കാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, if they want to make a good relationship with the customer, they have to communicate. അത് അവരുടെ മെയിലിലൂടെ ആവാം, അവരുടെ ടെലിഫോണിലൂടെ ആവാം. സോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അത് വാസ്തവത്തിൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് വരുന്നത്. അവരുടെ പ്രോഡക്റ്റ്
പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള നാലാമത്തെ പി ഉണ്ടല്ലോ, പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ എന്നുള്ള നാലാമത്തെ കാര്യമായിട്ടാണ് പറയുക കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കസ്റ്റമറുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അഞ്ചാമത് കമ്പ്യൂട്ടിംഗ് ആൻഡ് കാറ്റഗറി മാനേജ്മെൻ്റ് ആണ്. ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കാറ്റഗറീസ്. ഓക്കെ, പല കാറ്റഗറീസിന് മാനേജ് ചെയ്യേണ്ടി വരും. അവരുടെ കണക്ക് കൂട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളാണ് നാലാമത്തെ കാര്യമായിട്ട് പറയുക. സോ കമ്പ്യൂട്ടിങ്, സപ്ലൈയിങ് ദ പ്രോഡക്ട്സ് ദാറ്റ് കസ്റ്റമേഴ്സ് വാണ്ട്. അതാണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യൽ, റൈറ്റ് സൈസിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, ഇതൊക്കെ കണക്ക് കൂട്ടണം. അവർ ഓർഡർ ചെയ്ത എണ്ണം 10 ആണെങ്കിൽ 9 കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. കറക്റ്റ് ക്വാണ്ടിറ്റി കൊടുക്കാൻ സാധിക്കണം. അവരുദ്ദേശിച്ച സൈസിൽ തന്നെ കഴിയണം. പല മെഷർമെൻറ്റുകളൊക്കെ ഇടാം. അപ്പം നമ്മൾ ഏത് സൈസിലുള്ളതാണ് അവർ ഓർഡർ ചെയ്തത് അതിനനുസരിച്ച് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. റൈറ്റ് ടൈമിലെത്തുക, അവരുദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുക, റൈറ്റ് പ്ലേസിലെത്തിക്കുക. ഇതൊക്കെ എന്താണ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കാറ്റഗറി മാനേജ്മെൻറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിനുകൾ വിത്ത് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ സഹായത്തോടെ നല്ല സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. ചിലപ്പോൾ സ്പീഡ് റെസ്പോൺസിന് വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ലൊക്കേറ്റ് ചെയ്യാം, ട്രാക്ക് ചെയ്യാം. ഇതൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ട. സോ കോപ്പറേഷൻ ബിറ്റ്വീൻ സപ്ലയേഴ്സ് ആൻഡ് റിറ്റെയിലേഴ്സ് എയിമിംഗ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് സാറ്റിസ്ഫൈയിങ് ദ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് കാറ്റഗറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. CM എന്നാണ് ഷോർട്ട് ഫോം പറയുന്നത് കാറ്റഗറി മാനേജ്മെന്റിന്. അതായത് ദ റീറ്റെയിലർ അല്ലെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലികളെയൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഓരോരോ ബിസിനസ് യൂണിറ്റിൻ്റെ കാര്യങ്ങൾ ഓരോ കാറ്റഗറി തിരിച്ച് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തനാവുക എന്ന് തന്നെയാണ്. സോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഗോഡൗണിൽ എത്തിക്കുകയും ഗോഡൗണിൽ നിന്ന് വണ്ടി കയറ്റുകയും വണ്ടിയിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലെത്തിക്കുക, അവിടെ നിന്ന് കസ്റ്റമറുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യുന്നതിനാണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് ആണെന്ന് പറയുന്നത്. കസ്റ്റമർക്ക് കെയർ കൊടുക്കുന്നതിലും കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതിലും. ദെൻ ആറാമത്തെ പോയിൻ്റായിട്ട് നമ്മളിവിടെ പറയുന്നത് കസ്റ്റമർ ഫ്രാഞ്ചൈസ് ആണ്. എന്താണ് കസ്റ്റമർ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞത്? കസ്റ്റമർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇമേജ് ബിൽഡിംഗ് ആണ്. കസ്റ്റമറുടെ മുമ്പിൽ നമ്മളെക്കുറിച്ച് നമ്മൊരു ബ്രാൻഡ്, നമ്മുടെ ഇമേജ്, ആ ഇമേജും ബ്രാൻഡും കേൾക്കുമ്പോൾ തന്നെ കസ്റ്റമർക്ക് ഒരു ട്രസ്റ്റാണ്, വിശ്വാസമാണ്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ലോങ് ടേം ആയിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റും നല്ല കെയറും കൊടുത്താൽ മാത്രമാണ് കസ്റ്റമറുടെ മനസ്സിൽ നല്ല ഇമേജും ബ്രാൻഡും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഇടയ്ക്ക് തോന്നുമ്പോൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് കഴിയുമ്പോൾ കെയർലെസ് ആവുകയും ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരിക്കലും കസ്റ്റമറുടെ മനസ്സിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഇമേജ്, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇതാണ് ആറാമത്തെ കാര്യം, കസ്റ്റമർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ്, നീഡിയാണ്. കസ്റ്റമർ കെയർ സർവീസുകളൊക്കെ വേണം. അപ്പോഴാണ് എന്തെങ്കിലും ഫ്രോഡ് പ്രൊട്ടക്ഷൻ വരെ നമ്മൾ ശ്രദ്ധിക്കണം, സേഫ് ഗാർഡ് എടുക്കണം. നമ്മളുടെ കമ്പനിയുടെ പേരിൽ വേറെ വ്യാജന്മാരിറങ്ങാം, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ ഇറങ്ങാം. അപ്പോൾ ഫ്രോഡ് പ്രൊട്ടക്ഷൻ വരെയും കൊടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ കസ്റ്റമറും കമ്പനിയും തമ്മിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് കാലഘട്ടം ആകുമ്പോൾ ചെറിയ ഒറ്റപ്പെട്ട കേസുകളിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് പരിഹരിക്കുക, അതിന് റെസൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സേഫ് ഷോപ്പിംഗ് ഐക്കൺസ് കൊടുക്കുക. നമ്മുടെ ആ ഷോപ്പിംഗ് ഐക്കൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വെബിലൂടെ നമുക്ക് ട്രേഡ് നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. ഇനി കസ്റ്റമർ കെയർ ആൻഡ് സർവീസ് ആണ് മറ്റൊന്ന് കാര്യം. സോ ക്രിയേറ്റിംഗ് അസോർട്ട്മെൻറ്റ്സ് അറ്റ് കോമ്പറ്റിറ്റീവ് പ്രൈസസ്. കോമ്പറ്റിറ്റീവ് പ്രൈസിൽ അസോർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആക്സസിബിൾ ഫോർമാറ്റ്, അതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്. കസ്റ്റമർ കെയർ ആൻഡ് സർവീസ് ആണ്. അതായത് ഫാസ്റ്റായിട്ടുള്ള കെയർ സർവീസ് കൊടുക്കുക, റിലയബിൾ ആയിട്ടുള്ള ഡെലിവറി കൊടുക്കുക, കൃത്യസമയത്തുള്ള ഡെലിവറി കൊടുക്കുക, ഷോപ്പർക്ക് കൺവീനിയൻ്റ് ആകുന്നത് പോലെ തന്നെ കസ്റ്റമർക്കും കൺവീനിയൻ്റ് ആവുക. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഹെൽപ്പ് അവൈലബിൾ ആവുക എന്ന് പറയും. ഇതൊക്കെ കസ്റ്റമർ സർവീസിൻ്റെ ഭാഗമാണ്. അവരുടെ പ്രോഡക്റ്റ് റീഫണ്ട് ചെയ്യണം, പൈസ റീഫണ്ട് ചെയ്യണം. അതിനുള്ള റീഫണ്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റീഫണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. ബ്രിക്സ് റീറ്റെയിലർ സ്റ്റോറിൽ പേഴ്സണൽസ് അവിടെ നിർബന്ധമായിട്ടുണ്ടായിരിക്കും, ആളുണ്ടായിരിക്കുക എന്നുള്ളത്. ഈ റീറ്റെയിലറെ സംബന്ധിച്ച് ബ്രിക്സ് റീറ്റെയിലർ പോലെ തന്നെ പ്രധാനമാണ് ഈ റീറ്റെയിലർ. അവിടെ ക്ലിക്ക് ത്രൂ ടെലിഫോൺ ഹെൽപ്പൊക്കെ വേണം എന്നുള്ളതാണ്. ക്ലിക്ക് ത്രൂ ഹെൽപ്പോ അല്ലെങ്കിൽ ടെലിഫോൺ ഹെൽപ്പൊക്കെ വേണം. അല്ലെങ്കിൽ ബുള്ളറ്റിൻ ബോർഡുകൾ, അപ്പോൾ ചാറ്റ് റൂമുകൾ ഓപ്പൺ ആയിരിക്കണം. അപ്പോഴാണ് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റികളും
കൂടുതൽ കമ്മ്യൂണിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. കസ്റ്റമറുടെ കൺസേൺസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റുക എന്നുള്ളതാണ് 7ാമത്തെ പോയിന്റ് കസ്റ്റമർ കെയർ ആൻഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർക്കുള്ള ആശങ്കകളും അവരുടെ സംശയങ്ങളും ദൂരീകരിക്കുക. പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് സെക്യൂരിറ്റികൾ കൊടുക്കുക, അതുപോലെ തന്നെ പാഡ്ലോക്ക് സെക്യൂർ സൈറ്റുകൾ ലോഗോയൊക്കെ ഡിസ്പ്ലേ ചെയ്യിക്കുക, ഇതൊക്കെ പ്രധാനമാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്.